അങ്ങോട്ട് നോക്ക്, അവിടെയുണ്ട്. അയ്യോ, വേഗം ആ കിരീടം പിടിക്ക്. മഹാറാണിയുടെ കിരീടം തിരിച്ചു കിട്ടി. എടാ, കിരീടം കിട്ടിയിട്ട് നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അവൻ ഈ കിരീടത്തിന്റെ വജ്രം എടുത്തോണ്ടാ പോയത്. എന്ത്? പിടിക്കവനെ. അങ്ങനെയാണ് മഹാറാണിയുടെ കിരീടത്തിലെ വജ്രം കളവ് പോയത്. ഇതിപ്പോ ശരിക്കും ഒരു സിനിമാ കഥ പോലെ ഉണ്ട്. സംശയമുണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ നടന്നതാണ്. മഹാറാണിയുടെ പാരമ്പര്യ വജ്രം കളവ് പോയത് തന്നെയാണ്. അത് മോഷ്ടിച്ചത് കള്ളൻ ലൗലിയ. പാണ്ട, താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു പോലീസായിട്ട് പോലും താങ്കൾ കള്ളനെ ലൗലി എന്നാണല്ലോ പറയുന്നത്. അവനെ ലൗലി എന്ന് പറഞ്ഞത് അവന്റെ പേരാണ് ലൗലി. ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒറ്റ കേസ് ഇത് മാത്രമാണ്. ആ വജ്രം എനിക്ക് മഹാറാണിയുടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. വജ്രമായിട്ട് കടന്നു കളഞ്ഞു. ഇല്ല, അവനെ ഞങ്ങൾ അവന്റെ ഗ്രാമത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ അപ്പോൾ അവന്റെ കയ്യിൽ ആ വജ്രം ഇല്ലായിരുന്നു. ഇനി ചിലപ്പോ അവൻ ആ വജ്രം മോഷ്ടിച്ച് കാണില്ല. ഇല്ല, ആ വജ്രം ഇതുവരെ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. അവൻ 5 വർഷം തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അവൻ ഇതുവരെ ആ വജ്രത്തിന്റെ ലൊക്കേഷനെ പറ്റി ഒന്നും പറയുന്നില്ല. ചിലപ്പോ അവൻ മോഷ്ടിച്ചു കാണും, അത് പറയാത്തതായിരിക്കും. അതെ, ആ പറഞ്ഞ സത്യമാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ സംശയം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരാഴ്ചയിൽ അവനെ ശിക്ഷ കഴിഞ്ഞവൻ പുറത്തു വരും. ഇനി ഒരിക്കലും ആ വജ്രം എനിക്ക് കിട്ടാൻ പോകുന്നില്ല. കൂടാതെ ഈ കേസ് എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടി വരും. ഇൻസ്പെക്ടർ പാണ്ട, താങ്കൾ കള്ളൻ, ഒരു പണിയില്ലാത്തവൻ, പിന്നെ കുഴുമടിയൻ. എന്താ? അല്ല, താങ്കൾ വളരെ നല്ലൊരു പോലീസ് ഓഫീസർ. താങ്കൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. ആ വജ്രം ലൗലിയുടെ കയ്യിലുണ്ടെന്ന് താങ്കൾക്ക് ഇത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ അവനെ കുറിച്ച് ഞങ്ങൾ ഉറപ്പായിട്ടും അന്വേഷിക്കും. കൂട്ടുകാരെ, എനിക്കറിയാവുന്ന എല്ലാ അടവും ഞാൻ പയറ്റി നോക്കിയതാണ്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അയ്യോ പാണ്ട സാർ, കരയേണ്ട ആവശ്യമില്ല, ഞങ്ങളൊന്ന് നോക്കട്ടെ. ഐഡിയ! നമ്മുടെ ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. തൽക്കാലം സാർ ഞങ്ങളെ കുറ്റവാളികളാക്കി ലൗലിയുടെ കൂടെ ജയിലിടാനുള്ള സംവിധാനം നോക്കാം. തൽക്കാലം സാർ ഞങ്ങളെ കുറ്റവാളികളാക്കി ലൗലിയുടെ ജയിലിടാനുള്ള സംവിധാനങ്ങൾ ചെയ്യൂ. അല്ല, നമ്മളെന്തിനാ ജയിലിൽ പോകുന്നത്? നമ്മളൊക്കെ നല്ല ആൾക്കാരല്ലേ? ഇതൊരു പ്ലാനാ വെല്ലുവിളിയാ. അകത്ത് എന്നിട്ട് അവന്റെ വിശ്വാസം പിടിച്ചു പറ്റണം. അഥവാ അവന്റെ കൈ വജ്രം ഉണ്ടെങ്കിൽ അത് എവിടെയാണെന്നുള്ള വിവരം അറിയണം. അതത്ര എളുപ്പമൊന്നുമല്ല. അവൻ ലൗലിയാണ്, ഭയങ്കര സൂത്രശാലിയാണ്. ഞങ്ങൾ ഒരുപാട് സൂത്രശാലികളെ കണ്ടിട്ടുള്ളതാ. ലൗലി ഞങ്ങൾക്ക് വെറും പൈലി. സംശയമുണ്ടോ? Lovely. Not so lovely.
ലൗലി പണിയെടുക്കടാ. എടാ കോൺസ്റ്റബിളെ, തന്നെ കണ്ടാൽ തന്നെ വരും ഗ്യാസ് ട്രബിൾ. ഒരാഴ്ച കഴിഞ്ഞ് ഞാനവിടുന്ന് പുറത്തിറങ്ങും. അതുവരെ ഞാനൊന്ന് റേസ് ചെയ്തോട്ടെ. പറഞ്ഞ മനസ്സിലായോ? പൊക്കോ പൊക്കോ. ഈ ജയില് പഴയ ജയിലാണെന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ കിടന്ന് വിളച്ചില് കാണിച്ചാൽ പിടിച്ച് ഊരിട്ട് കളയും ഞാൻ. ഏയ് ജയിലർ, ഞങ്ങളോട് ഇതുവരെ ഒരുത്തനും ആജ്ഞാപിച്ചിട്ടില്ല. അതെ, കാരണം ആജ്ഞാപിക്കാൻ ഇത് കൊട്ടാരമൊന്നും അല്ലല്ലോ. അത് പിന്നെ കൊട്ടാരമായിരുന്നാലും ആജ്ഞാപിച്ചാലും ഞങ്ങൾ അനുസരിക്കില്ല. ഇവൻ ഹണി ഹട്ടല, പിന്നെ ഞാൻ ബണി ബോംബ്ലാസ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇവരോടാകെ ഞാൻ മാത്രമേ ആജ്ഞാപിക്കാറുള്ളൂ. ഈ ഞാൻ, അതായത് ഇടിവെട്ട് പോപ്പാറ്റ്. സംശയമുണ്ടോ? ജയിലർ, ഇന്ന് എല്ലാവർക്കും എന്റെ വക പാർട്ടിയുണ്ട്. ഈ പാർട്ടിയിൽ ഇടിവെട്ട് പപ്പ ഹേയ്! വക തന്തൂരിയും ഉണ്ട്. ഏയ്, ധൈര്യം ഉണ്ടെങ്കിൽ ജോർദാർ തക്വിയുടെ ഫ്രണ്ടിന്റെ പുറത്ത് കൈവച്ച് നോക്ക്. അപ്പോൾ നിന്റെ എല്ല് ഞാൻ ഊരിയെടുത്തില്ലെങ്കിൽ ജോർദാർ തക്വി എന്നുള്ള പേര് മാറ്റി വെച്ചേക്ക്. നീ എന്തിനാ അവനോട് സംസാരിക്കുന്നേ? എന്നോട് സംസാരിക്കേ. കയ്യെന്നല്ല, ചിലപ്പോ ഇവന്റെ ദേഹത്ത് ഞങ്ങൾ കാല് വരെ വെക്കും. മാത്രമല്ല നിന്റെ എല്ലാവർക്കും ഞാൻ ഊരുന്നത്. പിന്നീടുള്ള കാലം മുഴുവൻ നിനക്ക് ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരും. മനസ്സിലായടാ? നിന്റെ കളി എന്നോട് വേണ്ട. അങ്ങോട്ട് മാറി നിൽക്കണേ. വെല്ലുവിളിയാ, നമ്മൾ എത്ര വലിയ ഗുണ്ടകളാണെന്ന് ഇന്ന് ഇവനെ കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. ദാ, പിടിച്ചോ. എടാ കാടം പൂച്ചേ, ചായക്കടയിലെ ഈച്ചേ, മതിയടാ, മതിയാക്കടാ നിന്റെയൊക്കെ ഈ സർക്കസ്. ലൗലി ഒരു കഴുതയാണെന്നാണോ നീയൊക്കെ വിചാരിച്ചിരിക്കുന്നേ? അയ്യോ, ഇത് നമ്മുടെ ലവ്ലി ഉസ്താദ് അല്ലേ? ഏ? ഉസ്താദേ, എടാ പൊട്ടന്മാരെ, എഴുന്നേക്കടാ മണ്ടന്മാരെ. ഞാൻ എങ്ങനെയാടാ നിന്റെയൊക്കെ ഉസ്താദായത്? ലവ്ലി ഉസ്താദേ, നിങ്ങൾ 1-ാം നമ്പർ ഫ്രോഡ്, ഏറ്റവും വലിയ കള്ളൻ, പിടിച്ചുപറിക്ക് പേര് കേട്ടവൻ. ഇതൊന്നുമല്ല, താങ്കൾ ഒരു മഹാനാണ്. മഹാനായ ലവ്ലി ഉസ്താദ്, മഹാൻ. താങ്കളുടെ ഹിസ്റ്ററി കേട്ട് കേട്ടാണ് ഞങ്ങൾ ഈ ട്രാക്കിലേക്ക് മാറിയത്. ഞങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്, താങ്കൾക്ക് ഒരേ ഒരു പേരുള്ളേ ഉള്ളൂ, ഉസ്താദ്. താങ്കൾ ഇന്റർനാഷണൽ കള്ളനാണല്ലോ. എന്തായാലും നേരിട്ട് കാണാൻ സാധിച്ചു. ഇനിയെല്ലാം താങ്കളിൽ നിന്ന് പഠിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. സംശയമുണ്ടോ? അത് ശരി, വലിയ ചങ്ങാതിമാരായല്ലേ. ഒരാഴ്ചക്ക് ശേഷം ഈ 4 ഈ ജയിലിൽ നിന്ന് പുറത്തു പോകും. ഇവമാരെ ഈ ലൗലിയുടെ സെല്ലിൽ തന്നെ ഇട്ടാ മതി. നീ എന്താ തലയിൽ കളവറിക്കുവാണോ? മര്യാദക്ക് എടാ. ഉസ്താദേ, ഞാൻ പറഞ്ഞു വരുന്നത്, എടാ കണ്ടം പൂച്ചേ, ഫുട്ബോളിന്റെ കൊച്ചേ, മിണ്ടാതിരടാ കൊച്ചേ. മര്യാദക്ക് എന്റെ കാല് തന്നിട്ട് തിരുമാൻ നോക്ക്. ഒന്നങ്ങോട്ട് തരട്ടെ, തരട്ടെന്ന്. നീ എന്താടാ പറഞ്ഞേ? അയ്യോ ഉസ്താദേ, ഇവൻ ഈ ബണ്ണിയോടാ പറഞ്ഞത്. കാല് തിരുമാൻ പറഞ്ഞപ്പോ ചുമ്മാ നിന്ന് സമയം കളയല്ലേ. ഇവനെ 2 കൊടുത്താലേ ഇവനൊക്കെ നന്നാവുള്ളൂ. സംശയമുണ്ടോ? എടാ എടാ പച്ച തട്ടേ, പാമ്പിന്റെ കുഞ്ഞി പൊത്തേ, അവ സംസാരിച്ചതേ ഉള്ളൂ. ലൗലിക്ക് സംശയം നിന്നെ മാത്രമാ, നിന്നെ മാത്രം. അയ്യോ, സംശയം വന്നോന്ന് നമ്മള് പിടിക്കപ്പെട്ടു. കള്ളി വെളിച്ചത്തായി. അതിന് പിടിക്കപ്പെടുന്നത് ഇപ്പൊ അല്ലല്ലോ, അത് തിരിച്ചറിഞ്ഞാലല്ലേ. ഇപ്പൊ നമ്മൾ ചെറിയൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടല്ലേ ഉള്ളൂ. ഏയ് എന്താ പ്ലാൻ? കാലി ബാങ്ക് കൊള്ളയടിക്കാനുള്ള പ്ലാൻ. എടാ മരമണ്ട, വിട്ടിയായ പൊട്ട, കാലിയായ ബാങ്ക് ആരെങ്കിലും കൊള്ളയടിക്കോ?
ആ ബാങ്കിന്റെ പേരാണ് കാലി. ആ ബാങ്കിൽ ഏകദേശം 100 കോടിയെങ്കിലും ഉണ്ടാവും. ഞങ്ങൾ ഇതുവരെ ഇത്രയും വലിയൊരു കൊള്ള നടത്തിയിട്ടില്ല ഉസ്താദെ. ഒന്ന് ആലോചിച്ച് നോക്കേ, നമുക്ക് ഈ 100 കോടി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും? വീടിന് പുറത്ത് വലിയ കാർ ഉണ്ടാവും, അത് പിന്നെ 4 ഇരട്ടിയാകും. താങ്കളുടെ പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാവും, ഹോട്ടൽ ഉണ്ടാവും. എന്തിനാ ഹോട്ടൽ? താങ്കളുടെ പ്രതിഭ വരെ ഉണ്ടാവും. കുട്ടികൾ താങ്കളുടെ പേര് പുസ്തകത്തിൽ വരെ വായിക്കും. അതുകൊണ്ട് ഇതിന് താങ്കളുടെ സഹായം വേണം. എന്നെ വിടടാ. എന്തിനാ വിടുന്നേ? നിങ്ങളെ പിടിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അയ്യോ പിടിക്കാനെന്ന് വെച്ചാ ഉസ്താദേ, ഞങ്ങൾക്കറിയാമായിരുന്നു താങ്കൾ ഈ ജയിലിലാണെന്ന്. ഞങ്ങൾ മറ്റൊരു ജയിലിൽ വഴക്കുണ്ടാക്കി. അത് ജയിലർ ഞങ്ങളെ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടിയായിരുന്നു. ഉസ്താദിനെ കാണാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു അത്. കാരണം ഈ കൊള്ളയെ കുറിച്ച് താങ്കളോട് പറയണമായിരുന്നു. ഒന്ന് സമ്മതിക്കൂ ഉസ്താദേ, ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളെയും ജയിലിൽ നിന്ന് പുറത്തുവിടും. മണ്ടന്മാരാണെങ്കിലും നല്ല അഭ്യാസങ്ങൾ അറിയാം. പുറത്തിറങ്ങി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ പ്രയോജനപ്പെടും. 50% താങ്കൾക്ക്, ബാക്കിയുള്ളത് ഞങ്ങൾ പങ്കിട്ടെടുത്തോളാം. ആ ശരി, ഉസ്താദെന്ന് വിളിച്ചോണ്ട് ഞാൻ സഹായിക്കാം. ശരി, ഇനി എന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യേ. ആ, അല്ല ഭാഗ്യരാജ്, 5 വർഷം കഴിഞ്ഞിട്ടും താങ്കളുടെ കാവല് തന്നെയാണോ? ഈ ജോലി വിട്ടിട്ട് എന്റെ കൂടെ വാടോ, വാ പോകാം, വരുന്നേ. ഈ ഭാഗ്യരാജ് ഇതുവരെ അധ്വാനിച്ച് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. എടോ കാവൽക്കാരാ, തനിക്ക് ഇതൊന്നും പോരാ. ഇവിടെ വന്നാലേ ഉണ്ട മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എന്റെ കൂടെ വന്നാൽ നല്ല ചിക്കൻ ബിരിയാണി വാങ്ങി തരാൻ ഞാൻ. എന്താ വരുന്നോ? ഉസ്താദേ, നമുക്ക് ബാങ്കിൽ കൊള്ളയടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. ഇപ്പോഴൊന്നും വേണ്ട, ഞാനാദ്യം തസ്കരപുരിയിലേക്ക് ഒന്ന് പോട്ടെ. വലിച്ചന്റെ കയ്യിൽ നിന്ന് ആശീർവാദം വാങ്ങണം, എന്നിട്ട് ഞാൻ ഈ ജോലി തുടങ്ങും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ പൊയ്ക്കോ. ആ ആ, നിങ്ങളെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ ഉസ്താദെ? പഴമക്കാര് പറയുന്ന പോലെ എവിടെയാണോ ഗുരു അവിടെ ഉണ്ടാവും ശിഷ്യർ. ആ, ഞങ്ങളും കൂടെ വരാം. ഞങ്ങൾക്കും ആ മൂപ്പിലന്റെ ആശീർവാദം ഒന്ന് വാങ്ങാലോ. 5 വർഷമായി. ഇപ്പോഴത്തെ ഗ്രാമത്തിന്റെ അവസ്ഥ എന്താണോ എന്തോ. കൊണ്ടുപോയേക്കാം, ചിലപ്പോ ആവശ്യം വരും. ഉസ്താദ് എന്താണ് ആലോചിക്കുന്നത്? വേറൊന്നായിരിക്കില്ല സുഹൃത്താറെ, വെല്ലിച്ചിന്റെ കയ്യിൽ നമുക്കെല്ലാവർക്കും തരാനുള്ള ആശീർവാദം ഉണ്ടായിരിക്കുന്നായിരിക്കും ആലോചിച്ചേ, അല്ലേ ഉസ്താദേ? നീ പറഞ്ഞത് ശരിയാണ്, ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരുന്നത്. 5 വർഷമായിട്ട് അനുഗ്രഹം കിട്ടിയിട്ടില്ല. അപ്പൊ അത് എന്തുമാത്രം കെട്ടിക്കിടക്കുന്നുണ്ടാവും. വേഗം വാ, എല്ലാവർക്കും കിട്ടും. വാ. നീ എന്താണ് ആലോചിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇവന് വജ്രം വേണ്ട, 100 കോടി കൊള്ളയടിക്കാന്നുള്ള ഓഫറും അവന് വേണ്ട. പകരം വെല്ലിച്ചന്റെ ആശീർവാദം കിട്ടിയാൽ മതി. എന്തോ ഒരു കള്ളത്തരം ഉണ്ട്. നീ പറഞ്ഞ ഇതേ സംശയം എനിക്കുണ്ട്. ഈ ലൗലിക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്നൊരു കുടുംബസ്നേഹം ഉണ്ടായത്? അതെ, ആ സംശയം എനിക്കുമുണ്ട്. പക്ഷേ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. കഴിഞ്ഞ 7 ദിവസം ജയിലിൽ ആഹാരം കഴിച്ച് മൊത്തത്തിൽ മടുത്തുപോയി. ഇപ്പൊ കഴിക്കാനൊട്ടും സമയമില്ല, നമുക്ക് ലവ്ലിയോടൊപ്പം പോണം. വരൂ, നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാം. കള്ളത്തരം പൊളിയുക തന്നെ ചെയ്യും. അല്ല, 5 വർഷം കൊണ്ട് ഈ ഗ്രാമം ആകെ മാറിപ്പോയല്ലോ. നേരത്തെ കുറച്ചുപേര് മാത്രമായിരുന്നു മുട്ട വിറ്റിരുന്നത്. ദേ നോക്ക്, ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ കോഴി ഫാം ഉണ്ട്. ആ ആ? ചിലപ്പോ ഇതായിരുന്നിരിക്കണം ആ സ്ഥലം. ഓർമ്മ വന്നു, ഇത് അതേ ആൽമരമാണ്. അല്ല, ഇതൊരു പഴയ ഇടിഞ്ഞ കെട്ടിടമായിരുന്നല്ലോ. ലവ്ലി ഉസ്താദേ വരൂ, നമുക്ക് വെല്ലിച്ചിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാം. അതിനുശേഷം നമുക്ക് വജ്രത്തിന്റെ കാര്യം നോക്കാം. വജ്രോ? ഹണി, നമുക്ക് ആദ്യം ബാങ്ക് ഒന്ന് കൊള്ളയടിക്കാം. എന്നിട്ട് ആ കാശ് വജ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വിദേശത്തേക്ക് പോകാം. അതെ അതെ, ആ പറഞ്ഞതും ശരിയാണ്. 100 കോടിയുടെ കാര്യമല്ലേ, സംശയമുണ്ടോ? എടാ കുള്ള, നാട്ടിലെ പെരും കള്ള, മിണ്ടാതിരിക്കേ. എന്തായി 100 കോടി? സ്വയം ഒരു കള്ളനെ, എന്നിട്ട് ഞങ്ങളെ പെരിങ്ങളെന്ന് വിളിക്കുന്നു. ഒന്നങ്ങ് തരട്ടെ, ഞാൻ തരട്ടെ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല ഉസ്താദേ, ഒന്നുമില്ല. ഉസ്താദേ, നിങ്ങൾക്ക് ഇത് വലിയ കാര്യമല്ലായിരിക്കാം, പക്ഷെ ഞങ്ങളെ പോലെ പാവക്ക് വല്ലതും കിട്ടിപ്പോവുമല്ലോ. ആ
പഴയ പൊളിഞ്ഞ കെട്ടിടം ഇപ്പൊ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയി മാറിയല്ലോ. ഐഡിയ, ഇപ്പൊ അകത്തേക്ക് പോകണമെങ്കിൽ വ്യാജ കമ്മീഷണറായിട്ട് പോകേണ്ടി വരുമല്ലോ. ഉസ്താദ് വരൂ, വല്യച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാം. ബാങ്ക് നമ്മളെ കാത്തിരിക്കുകയാണ്. എടാ ഉണ്ടകളെ, പീക്കിരി ഉണ്ടകളെ, കള്ളനായിട്ട് ഒരുപാട് ദിവസം ജീവിച്ചു ഞാൻ. ഇനി കുറച്ചുനാൾ പോലീസ് കമ്മീഷണറായിട്ട് അഭിമാനത്തോടെ ജീവിക്കും ഞാൻ. കള്ളന് പ്രൊമോഷൻ കിട്ടുവാണെങ്കിൽ പിന്നെ ഡോൺ ആയിട്ട് മാറും. ഡോൺ പോലീസ് കമ്മീഷണർ അല്ല. പോലീസ് കമ്മീഷണർ ആവണമെന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. ഈ ലൗലിക്ക് അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഇന്ന് രാത്രി തന്നെ ഞാനൊരു കമ്മീഷണറായി മാറും. ഇതെന്താണോ പുതിയ നാടകം? ഇവനെന്തിനാണ് പോലീസ് കമ്മീഷണർ ആവുന്നത്? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഇവൻ എന്തായി ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലാകും. ഇപ്പൊ തൽക്കാലം നമുക്ക് അവൻ പറയുന്നത് കേൾക്കാം. നമുക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു പ്ലാൻ അവന്റെ പക്കലുണ്ട്. എടാ മാക്രികളെ, വാടാ പോക്കരികളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പിൻഗാമിയാവാൻ കഴിയുമെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾ തയ്യാറല്ലേ? അതൊക്കെ നമുക്ക് പിന്നെ ടെസ്റ്റ് ചെയ്താൽ പോരെ. ആദ്യം നിങ്ങൾ ഇത് പറ, ഈ മാക്രികൾ എവിടെയാണ്? പിന്നെ ഞങ്ങളുടെ സോർദാർ പീക്കിരി ഒന്നും അല്ല. സ്പീക്കറിനെ മാക്രിനെയൊക്കെ വിടറാ. നിങ്ങൾക്ക് എന്റെ പിൻഗാമിയാവാൻ കഴിയുമെന്ന് മാത്രം നിങ്ങൾ അങ്ങ് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ കേട്ടല്ലോ. ഇത് ഈ ജില്ലയുടെ സർക്യൂട്ട് ഹൗസ് ആണ്. ഇവിടെ താമസിക്കുന്ന ഏതെങ്കിലും മേലധികാരി ആയിരിക്കും. കമ്മീഷണർ ഇവിടെ തന്നെ താമസിക്കുന്നത്. എന്തേലും മനസ്സിലായോ? പിടികിട്ടിയോ കാര്യം? മനസ്സിലായി. ഉസ്താദ് കമ്മീഷണറിനോട് റിക്വസ്റ്റ് ചെയ്യാൻ പോവല്ലേ? അതായത് കുറച്ചു നാളത്തേക്ക് ഉസ്താദിനെ കമ്മീഷണർ ആക്കാൻ. എടാ ട്യൂബ്ലൈറ്റ്, പറക്കുന്ന ഫ്ലൈറ്റ്, നമ്മൾ കമ്മീഷണറെ കിഡ്നാപ്പ് ചെയ്യും. അതിനുശേഷം ഗ്രാമത്തിൽ ഇയാൾക്ക് ഒരേ കമ്മീഷണറായിട്ട് ഞാനായിരിക്കും പോകുന്നത്. മനസ്സിലായോ? ഇപ്പോഴുള്ള മോഷണങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? പിന്നെന്തിനായി പോലീസ് ആകുന്നേ? അത് എന്റെ ഇഷ്ടമാണ്. അതെന്റെ ഇഷ്ടമാണെന്ന് മനസ്സിലായോ? നല്ല സ്വാദിഷ്ടമായ പന്നീറിന്റെ മണം വരുന്നുണ്ട്. കഴിച്ചാലോ? എടാ അമ്പലത്തിലെ പണ്ടാരമേ, ആർത്തി പണ്ടാരമേ, നീ എന്താണോ ചെയ്യാൻ വന്നത് അതിൽ ശ്രദ്ധിക്കാൻ നോക്ക്. എടോ മുട്ട പുഴുങ്ങി കൂട്ടർ എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? സസ്പെൻഡ് ചെയ്ത് കളയും നിന്നെ ഞാൻ. അടിപൊളി. എടാ കോഴിമുട്ട കണ്ണാ, തന്നെ കാണാൻ ഭയങ്കര ഫണ്ണാ. ഞങ്ങൾ തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുക. അത് ശരി, എന്നാലൊന്ന് കാണട്ടെ. അറ്റാക്ക്! ഓ ആഞ്ഞു പിടിക്കേ. നിക്കണോ അവിടെ? അവിടെ നിക്ക്. ഓ എന്റെ അമ്മച്ചി, വെള്ളത്തിന്റെ ഒപ്പം ഗ്ലാസും വിഴുങ്ങിപ്പോയല്ലോ. ചിരിക്കുന്നോടാ പീക്കിരി പൂച്ചേ. നിക്കണോ അവിടെ? നിക്കവിടെ. നിക്കവിടെ.
അടിപൊളി. താങ്ക് യു സാർ, താങ്ക് യു. നിങ്ങൾ 4 പേരും കൊള്ളാലോ. നിങ്ങൾ കാരണോ ഞാനിന്ന് രക്ഷപ്പെട്ടത്. ഇയാളെ വേഗം എഴുന്നേപ്പിക്ക്, നമുക്ക് കിഡ്നാപ്പ് ചെയ്യാം. ആ ബെസ്റ്റ്, ഈ പോത്തിനെ എഴുന്നേൽപ്പിക്കാൻ ക്രെയിൻ വാടകയ്ക്ക് എടുക്കേണ്ടി വരും. സംശയമുണ്ടോ? എന്നാ പോയി കൊണ്ടുവാ, അപ്പോഴേക്കും ഞാൻ ഇയാളെ കെട്ടിയിടാം. എടോ താരെന്തിനാ ഇയാളെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പുറത്താക്ക്, പുറത്താക്ക്. സാർ, ഇവൻ മോഷ്ടിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഇയാളെ തൽക്കാലം തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്ത്. നാളെ കൊണ്ടുവന്നാ മതി. ഇന്ന് പുതിയ കമ്മീഷണർ വരുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് മുഴുവൻ വൃത്തിയായിരിക്കണം. ഹും. സാറ്, കള്ളന്മാര് ലോകകപ്പിന്റെ ഐശ്വര്യമാണ്. ആ, എടോ ഇവിടെ ഐശ്വര്യയോ സുസ്മിത സെന്നിനോ രവീണ ടണ്ടനോ ആവശ്യമില്ല. വേഗം പോകാൻ നോക്ക്. ഇതാരാ ഇപ്പൊ അടുത്ത കുറിച്ച്? അല്ല, എന്റെ പോലീസ് സ്റ്റേഷനിൽ തനിക്കെന്താ കാര്യം? ഇന്ന് ഇവിടെ ഒരു പണിയും നടക്കില്ല. പുതിയ കമ്മീഷണറെ സ്വാഗതം ചെയ്യാനുള്ളതാ. ഞാൻ കമ്മീഷണർ തന്നെയാ, ഡോണ്ട് മൈൻഡ്. വെൽക്കം സാർ, വെൽക്കം. ഇവിടെ ഡ്യൂട്ടി ചെയ്യാനാണോ അതോ ഡെക്കറേഷൻ ചെയ്യാനാണോ വന്നിരിക്കുന്നേ? അയ്യോ സാറേ, ഇതൊക്കെ സാറിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി അലങ്കരിച്ചതാണ്. ഞാനിനി ദിവസവും വരും, അപ്പൊ ദിവസവും അലങ്കരിക്കണ്ടേ? അയ്യോ നോ സാർ, നോ. നിങ്ങൾ കമ്മീഷണറോട് നോ പറയുന്നോ? ഡോണ്ട് മൈൻഡ്. അത് പിന്നെ ദിവസം അലങ്കരിക്കാം സാർ, അലങ്കരിക്കാം. ഇതിനൊക്കെ കാശ് എവിടുന്ന് കൊണ്ടുവരും? കൈക്കൂലി വാങ്ങുന്നുണ്ടോ? നോ സാർ. അതെന്താ വാങ്ങിക്കാത്തത്? ആഹാ, കാരണം ഞാനൊരു സത്യസന്ധനായ ഇൻസ്പെക്ടറാണ് സാർ. എങ്കിൽ തന്റെ ജോലി സത്യസന്ധമായി ചെയ്യൂ. ഈ പൂവും പൊടിയൊക്കെ എടുത്ത് മാറ്റേ, ടേബിളിലുള്ള റൂളും എടുത്ത് മാറ്റേ. ഇതെല്ലാം ചെക്ക് ചെയ്യാനാണ് ഞാൻ പോലീസായിട്ട് വന്നിരിക്കുന്നത്. ഡോണ്ട് മൈൻഡ്. അയ്യോ, എല്ലാം ശരിയാക്കി തരാം സാറേ. ആദ്യം തന്റെ ഈ തൊപ്പി ഒന്ന് ശരിയാക്കി വെക്കേ, അതിനുശേഷം അവന്റെ ക്യാബിൻ കാണിക്കേ, അതിനുശേഷം അവനെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോ. യെസ് സാർ. സാർ എന്റെ പുറകെ വന്നോളൂ സാർ. ഇങ്ങനെയുള്ള കമ്മീഷണർമാരെ കിട്ടിക്കഴിഞ്ഞാൽ കള്ളന്മാർക്കെല്ലാം ലോട്ടറി അടിച്ച പോലെ. ദാ നോക്കൂ, ഇത് നമ്മുടെ ക്യാൻറ്റീനാണ്. ഇവിടെ എല്ലാവരും ശാന്തിയോട് കൂടി ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഓ, ആ, ശാന്തിലാലോ. ഈ കമ്പ്യൂട്ടർ റൂമിലാണ് ഞങ്ങൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അടുത്ത റൂമിലാണ് ഞങ്ങളുടെ ജിം. കമ്പ്യൂട്ടർ സാറിനെ സല്യൂട്ട് ചെയ്യുക. ഇനി ഞാൻ സാറിന്റെ മുറി കാണിച്ചു തരാം. ഇയാൾ ഇത് എന്തൊക്കെയായി ചെയ്യുന്നേ? ഹെഡ് ക്വാർട്ടേഴ്സ് കാണുവാണ്. നീ പറഞ്ഞത് എന്തായാലും നന്നായി. ഞങ്ങൾ വിചാരിച്ചത് മ്യൂസിയം കാണുവാണെന്നാ. മ്യൂസിയം ഇങ്ങനെയല്ല ഇരിക്കുന്നത് കഴുതേ. മ്യൂസിയത്തിന്റെ അകത്ത് ആന്റിക് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ആ പറഞ്ഞത് ശരിയാ. എന്റെ അഭിപ്രായത്തിൽ നിന്നെ പോലുള്ള ആന്റിക് പീസുകളും മ്യൂസിയത്തിൽ തന്നെ വെക്കേണ്ടത്. സംശയമുണ്ടോ? അയ്യോ. വന്നോളൂ സാർ, വന്നോളൂ, വന്നോളൂ. ഇതാണ് സാറിന്റെ റൂം, അതായത് ചേംബർ. ഇവിടം വരെ കറക്റ്റ് ആയിട്ട് വന്നു. ഇനി ലെഫ്റ്റ് ആണോ അതോ റൈറ്റ് ആണോ? കുട്ടിക്കാലം മുതൽ റോങ് ആയിട്ടുള്ള കാര്യത്തിന് ഞാൻ റൈറ്റിലോട്ടാ പോകുന്നേ. ഓർമ്മ വന്നു, ഞാൻ റൈറ്റിലോട്ടാ പോയത്. എനിക്കിതാ ഈ റൂമാ വേണ്ടത്. സാറേ, ആ റൂം ചെറുതാണ്. അതെ അതെ, മനസ്സിലായി കമ്മീഷണർ സാറേ. അയ്യോ സാറേ, സാർ തമാശ കളിക്കല്ലേ. കമ്മീഷണർ സാർ സാറല്ലേ. അപ്പൊ പിന്നെ എനിക്ക് ഏതാ റൂം വേണ്ടതെന്ന് ഞാൻ തന്നെ തീരുമാനിക്കാം. എനിക്ക് ആ റൂം തന്നെ വേണം. ഡോണ്ട് മൈൻഡ്. അയ്യോ ഒരിക്കലും ഇല്ല സാറേ. കോൺസ്റ്റബിൾ, പെട്ടെന്ന് സാറിന്റെ സാധനങ്ങളൊക്കെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്ക്. വരൂ സാർ, കയറി വരൂ, കയറി വരൂ. ബാക്കിയുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ കാണിച്ചു തരാം. ടെറസും ഉണ്ട്. എടോ, ടെറസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പട്ടം പറപ്പിക്കണോ? കാണേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ കണ്ടു കഴിഞ്ഞു. റൂം ഷിഫ്റ്റ് ആവുന്നവരെ എനിക്കൊരു ചായ എടുക്ക്, ഒരു സമൂസയും. എനിക്ക് വിശക്കുന്നുണ്ട്. ഡോണ്ട് മൈൻഡ്. അയ്യോ, അതൊക്കെ റെഡിയാക്കാം സാറേ. ഈ ലവ്ലി എന്താ ഉദ്ദേശിക്കുന്നെന്ന് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നീ ഒരു കഴുത തന്നെയാ സോർദാറേ. അയാൾ കമ്മീഷണറുടെ വേഷത്തില് എൻജോയ് ചെയ്യാനാ ആഗ്രഹിക്കുന്നത്. നല്ല സമോസയുടെ മണം വരുന്നുണ്ട്. ഉരുളക്കിഴങ്ങിന്റെയും ക്യാരറ്റിന്റെയും മണവും കൂടാതെ സമോസ പൊരിച്ചതിന്റെ മണവും. വാ പോയി കഴിക്കാം. അതൊക്കെ പിന്നെ ആവാം. ആദ്യം നമുക്ക് ലവ്ലിയുടെ പ്ലാൻ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ഒരു സമൂസ അല്ല 100 സമൂസ കഴിക്കാം. സ്വന്തമായി സമൂസ ഉണ്ടാക്കുന്ന കട
ഗോവ ജെല്ലിയുടെ ഫാക്ടറി ഉണ്ടാക്കാം. സുഖജീവിതമായിരിക്കും നമുക്ക്. എടാ സ്വപ്നം ജീവികളെ ഒന്ന് മതിയാക്ക്. ഇതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. ആദ്യം നമുക്ക് ഇൻസ്പെക്ടർ പാണ്ഡെ വിവരം അറിയിക്കാം. എന്നിട്ട് ശരിക്കുള്ള കമ്മീഷണറെ മോചിപ്പിക്കാം. പിന്നെ വജ്രത്തെ കുറിച്ചുള്ള വിവരം അറിയണം. ഈ ലൗലിയെ ഒരു പാഠം പഠിപ്പിക്കുകയും വേണം. സംശയമുണ്ടോ? സ്ഥലം ഇത് തന്നെയാണ്. പക്ഷെ വജ്രം എവിടാ ഞാൻ ഒളിപ്പിച്ചത്? ഈ പോലീസുകാരാണെങ്കിൽ പുറകിന്ന് മാറുന്നുമില്ല. പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഈ വജ്രം ഇവിടെ തന്നെ ഒളിപ്പിച്ചേക്കാം. മുമ്പിലുള്ള മുറിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവിടെ തന്നെയാ ഞാൻ ആ വജ്രം ഒളിപ്പിച്ചത്. പക്ഷെ അത് എവിടെയാണ്? എന്റെ ദൈവമേ, ഞാനിനി ഇത് എവിടെ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ? ഇവിടെ ഇത്രയും വലിയൊരു ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന ആരെങ്കിലും കരുതിയോ? ഒരു ഓർമ്മയെ കിട്ടുന്നില്ലല്ലോ. ലൗലി നീ അത് എവിടെയാ ഒളിപ്പിച്ചത്? മുകളിൽ നിന്ന് ആ സമയത്ത് പ്രകാശം വരുന്നുണ്ടായിരുന്നു. ഓർമ്മ വന്നു. പ്രകാശം പതിച്ച് ഈ സ്ഥലത്താ ഞാൻ കുഴിച്ചിട്ടത്. എന്നിട്ട് ലെഫ്റ്റിലുള്ള ആ ജെല്ല് വഴി ഞാൻ ഓടി രക്ഷപ്പെട്ടു. എടോ, സാറിന്റെ റൂമിൽ എന്തോ താഴെ വീണെന്നാ തോന്നുന്നത്. വേഗം വാ. എന്തെങ്കിലും വീണോ സാർ? അതെ, യൂണിഫോം താഴെ വീണു. യൂണിഫോം. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്. സസ്പെൻഡ് ചെയ്യും ഞാൻ. ഡോണ്ട് മൈൻഡ്. യൂണിഫോം വീണതിന് ഇത്രയും വലിയ ശബ്ദമോ? അല്ല, അത് പിന്നെ യൂണിഫോമിന്റെ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. ആ കാര്യമൊക്കെ അങ്ങ് വിട്ടേക്ക്. വല്ലാണ്ട് കഷ്ടപ്പെട്ടു. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. 2 മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് വജ്രമായിട്ട് പോകാന്നാ കരുതിയത്. പക്ഷെ ഇവിടെ ഇപ്പൊ അതിന് വലിയ കോലാഹലമാണല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ചാലേ രക്ഷയുള്ളൂ. ഈഷ്, പോലീസുകാർമാർക്ക് കള്ളന്മാരെ പോലെ നടക്കേണ്ട അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇത് ആറ്റുകാലമ്മയാണ് സത്യം. ഇന്ന് ഈ കോഴിക്കള്ളനെ പിടിച്ചിട്ടല്ലാതെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നില്ല. നോക്ക് നോക്ക്, അതാണ് കോഴിക്കള്ളൻ. ഇന്ന് അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. ഈ ഗ്രാമത്തിൽ കോഴികൾ ഒരുപാടുണ്ട്. എന്റെ ഹണിമണി, നിങ്ങളെ ഞാൻ എവിടെ വന്ന് കാണണമെന്നാണ് പറഞ്ഞത്? അയ്യോ ഒരു ദൈവമേ, അത് കോഴിക്കള്ളൻ തന്നെയാ. പിടിക്കവനെ. പിടിക്കേ. ഇൻസ്പെക്ടർ പാണ്ഡ നമ്മളോട് എവിടെ വെച്ച് കാണാന്നാ പറഞ്ഞത്? അല്ല, ഈ ബഹളം എവിടെ നിന്നാണ് കേൾക്കുന്നത്? ചേട്ടാ, ആരീ ഇരിക്കുന്നത്? ഇവ കോഴിക്കള്ളൻ തന്നെയാ. എന്നും ഇവിടെ ഒന്ന് കോഴി മോഷ്ടിക്കാറുണ്ട്. അത് വിട്ടുകള സോർദാറെ. ആദ്യം നമുക്ക് വന്ന കാര്യം നോക്കാം. നമ്മൾ ഇവിടെ ഇൻസ്പെക്ടർ പാണ്ഡെ കാണാനാ വന്നത്. സംശയമുണ്ടോ? പക്ഷെ ഇദ്ദേഹത്തിനെ കോഴികളെ മോഷ്ടിക്കുന്നത്? എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് അങ്ങയുടെ കഥ കഴിയും. വാ, നമുക്ക് പോയി രക്ഷിക്കാം. അയ്യോ, അടിക്കല്ലേ അടിക്കല്ലേ, വിട് വിട്. ഇവന്മാർ ഈ കോഴിക്കള്ളന്റെ കൂടെ ഉള്ളവരാ. എന്നാ പിന്നെ ഇവന്മാർക്കും 2 എണ്ണം കൊടുക്കണം. അയ്യോ, ഈഷ്, ഇങ്ങനെയൊക്കെ ഒരാളിനെ തല്ലാമോ? തല്ലുന്നതിന്റെ അടിസ്ഥാന വശം പോലും അറിയാത്ത വീട്ടുകൾ. എന്റെ ദൈവമേ, സാറിപ്പിവിടെ അടികൊള്ളാൻ വേണ്ടി വന്നതാണോ? ഇട തല്ലുകൊള്ളാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ഒന്നും ചോദിക്കാതെ പറയുന്നല്ലേ ഇവന്മാർ തല്ലുന്നത്. എന്റെ അമ്മച്ചി, അതൊക്കെ വിട്ടേക്ക്. സാറിനൊരു സീരിയസ് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചത്. ഇതിപ്പോ പാണ്ഡ സാറിനെ കാണുമ്പോ തോന്നുന്നത് ആദ്യം ഇവിടെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വരുമെന്നാ. സംശയമുണ്ടോ?
ഈഷ്, ഞാനിപ്പോൾ തമാശ കേൾക്കുന്ന മൂഡിലല്ല. പറയൂ, എന്താണ് ഇൻഫർമേഷൻ? വേണ്ട സാറേ, ഞങ്ങൾ ഇവിടുത്തെ കമ്മീഷണറെ ഗോകുല ഗോഡൌണിൽ തടവിലാക്കിയിരിക്കുകയാണ്. താങ്കൾ അദ്ദേഹത്തെ രക്ഷിക്കണം. ഈഷ്, കമ്മീഷൻ എന്തിനാണ് തടവിലാക്കിയത്? ലൗലി പറഞ്ഞിട്ടാ, അല്ലാതെ എന്തിനാ? ഈഷ്, അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ലൗലിയോടൊപ്പം ചേർന്നു എന്നാണോ? അല്ലല്ല, തൽക്കാലം അവന്റെ സഹായിയായിട്ട് കൂടിയിരിക്കുക. എന്ത് പറഞ്ഞാലും ചെയ്യേണ്ടി വരും. അവൻ കമ്മീഷണറെ തടവിലാക്കിയിട്ട് സ്വയം കമ്മീഷണറായിട്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെ കമ്മീഷൻ ആവാൻ പറ്റും? ഒരുപാട് പ്രൊമോഷൻ കിട്ടിയതിനു ശേഷം മാത്രമേ ഒരാൾക്ക് കമ്മീഷൻ ആവാൻ കഴിയുള്ളൂ. കൊച്ചലിയ പാണ്ഡ സാർ എന്നെക്കാളും വലിയ കഴുതയാണെന്നാ തോന്നുന്നേ. ഇല്ല, നല്ല അടി വാങ്ങിച്ചില്ലായിരുന്നു ഇപ്പോ. അതിൽ 2-3 ചിലപ്പോ തലയ്ക്കും കിട്ടിക്കാണും. അപ്പൊ മുറുക്കി വെച്ചിരുന്ന സ്ക്രൂവും ഇളകി കാണും. സംശയമുണ്ടോ? ഇവിടെ അവൻ വ്യാജ കമ്മീഷൻ ആയിരിക്കുകയാണ്. കാരണം ഒറിജിനൽ കമ്മീഷൻ ആർക്കും തന്നെ അറിയില്ലല്ലോ. പക്ഷെ എനിക്കറിയാലോ, എന്റെ അനുജൻ ടി പാണ്ഡ, അവൻ അവിടുത്തെ ഇൻസ്പെക്ടറാണ്. അവനോട് ഈ കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേണ്ട, പോലീസ് കമ്മീഷണർ ആയത് അവന്റെ പ്ലാന്റെ ഭാഗമാണ്. നമുക്ക് എന്തായാലും ഇപ്പൊ അറിയേണ്ടത് ലവ്ലി പോലീസ് കമ്മീഷണറായിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്നാണ്. സാർ, കമീൻ. അത് ശരി, സാറ് മ്യൂസിക്കും കേട്ടിരിക്കുകയായിരുന്നു ഇവിടെ. താനെന്താ ഡാൻസ് കളിക്കാൻ വന്നതാണോ? അയ്യോ അല്ല സാർ, ലഞ്ചിന് വേണ്ടി വീട്ടിൽ നിന്ന് നല്ല കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ കുറച്ചേരം അവിടെ വെക്ക്, അതിന്റെ കരിയൊക്കെ ഒന്ന് പോട്ടെ. ഓക്കെ സാർ. അയ്യോ സാറേ, കരിമീൻ എന്ന് പറഞ്ഞത് ആ മീനിന്റെ പേരാണ്. എന്നാ കഴിച്ചോ. എല്ലാ കാര്യത്തിലും എന്റെ പെർമിഷൻ ചോദിക്കണമെന്നില്ല. ഓക്കെ സാർ, എല്ലാ സാറിന്റെ ഇഷ്ടം പോലെ. ആ, സാർ, സാർ ഇവിടെ കുഴിക്കുകയാണോ? അല്ല, ക്രിക്കറ്റ് കളിക്കുക. അയ്യോ സാറേ, സാർ എന്തൊക്കെയായി പറയുന്നത്? ഈ കുഴി തോണ്ടി കൊണ്ട് ആരെങ്കിലും ക്രിക്കറ്റ് കളിക്കോ? അത് ക്രിക്കറ്റ് ബാറ്റ് വെച്ച് കളിക്കും, ഞാൻ ഇത് വെച്ച് കളിക്കും, അത്രേ ഉള്ളൂ. ഡോണ്ട് മൈൻഡ്. താനെന്തിനകത്തേക്ക് വന്നേ? അയ്യോ സാറേ, ഞാൻ കുറച്ചു മുമ്പേ വന്നപ്പോ ആകെ കൺഫ്യൂസ് ആയി പോയി. അതായത് സാറ് കരിമീൻ കഴിക്കോ ഇല്ലയോ എന്ന് ചോദിക്കാനാ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നത്. മനസ്സിലായോ? ഞാനങ്ങനെ കരിമീനൊന്നും കഴിക്കില്ല. താൻ പോ. സാർ അത് ചൂടാക്കി കൊണ്ടുവരട്ടെ, നല്ല ചൂട് കരിമീൻ. എനിക്ക് കരിമീൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ലഞ്ച് പോലും കഴിക്കാറില്ല. താൻ പോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അയ്യോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. കമേൻ. എടാ മരമാക്രികളെ, പറയടാ ആക്രികളെ, നിങ്ങൾ അവിടെ എന്തെടുക്കാണ്? നിങ്ങൾ കമ്മീഷണർ അല്ല, എന്നെ പോലൊരു കഴുതയാണ്. ഇവർ മാക്രികളല്ല, സോർദറും പോപ്പട്ടുമാണ്. പിന്നെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ 2 പൂച്ചകളുമാണ്. മതി മതി പറഞ്ഞത്. നിങ്ങളിപ്പോ നഗരത്തിൽ പോയി പ്ലാൻ ഉണ്ടാക്ക്. ഞാൻ 2 ദിവസത്തിനുള്ളിൽ വന്നേക്കാം. ഉസ്താദേ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വാ. ഈ കമ്മീഷൻ ഡ്രസ്സിൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കഴിയട്ടെ. എന്നാ പിന്നെ 2 ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. എടാ മരമണ്ട, നിങ്ങൾ ഇവിടെ തൽക്കാലം നിക്കണ്ട. ഇത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, അല്ലാതെ ഹോട്ടലൊന്നും അല്ല. ഇത് ഹോട്ടലല്ലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഹോട്ടലങ്ങ് സിറ്റിയിലല്ലേ ഉള്ളത്. സാർ, ഇത് സാറിന്റെ ഗസ്റ്റിന് വേണ്ടിയുള്ളതാണ്. ഞാൻ പറഞ്ഞ ഇവരെന്റെ ഗസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, പക്ഷേ ഇവര് പറഞ്ഞായിരുന്നു. വഴിയെ പോകുന്നവരൊക്കെ എന്റെ ഗസ്റ്റ് ആണെന്ന് പറയാ. താൻ അവരെല്ലാം വിളിച്ച് ഇതിനകത്തേക്ക് കയറ്റോ? യെസ് സാർ, ഐ മീൻ നോ സാർ. എന്തിനാ ഇത്ര കൺഫ്യൂസ് ആവുന്നത്? അങ്ങനെ ആരും ഇവിടെ നുഴഞ്ഞു കയറാൻ അനുവദിക്കരുത്. കേട്ടോ? കേട്ടു. അതെ, ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയാലോ? ഈടായിട്ട് കമ്മീഷണർമാരെ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കിഡ്നാപ്പ് ഇദ്ദേഹം നേരിട്ട് ചെയ്തതാണ്. എടോ, വേഗം വരെ പുറത്താക്ക്, വേഗം പുറത്താക്കാൻ. കോൺസ്റ്റബിൾ, ഇവരെ വേഗം പുറത്താക്ക്. ഉസ്താദേ, താങ്കൾ ചെയ്യുന്നത് ശരിയല്ല. അല്ല സാറേ, ഇവരെന്തിനാ സാറിനെ ഉസ്താദ് എന്നൊക്കെ വിളിക്കുന്നത്? ഇവരെ പുറത്താക്കിട്ട് വേഗം തിരിച്ചു വാ, എന്നിട്ട് പറഞ്ഞു തരാം. പിന്നൊരു കാര്യം, ഇനി ഇവർ ഇതിനകത്ത് കേറാതെ നോക്കണം. ഇന്ന് തന്നെ പണി തീർത്തിട്ട് ഇവിടുന്ന് പെട്ടെന്ന് പോണം, അല്ലെങ്കിൽ ഓമാരന്റെ കള്ളി വെളിച്ച താക്കും. അയ്യോ.
ഇവൻ ആ വജ്രം വേണ്ടാന്ന് വെച്ച് ഈ പോലീസ് കമ്മീഷണർ ഇവിടെ കൂടിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവൻ നന്നായിന്നാ എനിക്ക് തോന്നുന്നത്. ഇനിയൊരു കള്ളനായിട്ട് ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. കഴുത നീയാടാ, ഞങ്ങളല്ല. അഥവാ നന്നാകാനായിരുന്നെങ്കിൽ പോലീസുകാർ ചോദിച്ചപ്പോ വജ്രത്തിന്റെ കാര്യം പറയില്ലായിരുന്നോ? പോപ്പട്ടെ, ഈ കഴിഞ്ഞ മാസം 17-ാം തീയതി നീ എന്താ കഴിച്ചത്? എന്ന് കഴിഞ്ഞ മാസം 17-ാം തീയതിയോ? ഓർമ്മയില്ല. നിനക്കൊരു മാസം മുമ്പുള്ള കാര്യം പോലും ഓർമ്മയില്ല. അവനാണെങ്കിൽ ആ വജ്രം മോഷ്ടിച്ചിട്ട് 5 വർഷമായി. ചിലപ്പോ ലൗലിക്ക് ആ വജ്രം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് ഒരു ഓർമ്മയും കാണില്ല. അതായിരിക്കും കാര്യം. വെല്ലുവിളിയാ, നീ ഇങ്ങനെ വളർന്നു വരുന്തോറും നിന്റെ കഴുത ബുദ്ധിയും വളർന്നുകൊണ്ടിരിക്കുക. എന്നാ പിന്നെ നീ വലിയ ഇന്റലിജന്റ് അല്ലേ? നീ തന്നെ പറ, ലൗലി എന്തിനാ വെറുതെ കമ്മീഷണറുടെ വേഷം കെട്ടിയിരിക്കുന്നത്? അവൻ പോലീസ് കമ്മീഷണർ ആയതല്ല, അവൻ കമ്മീഷണറെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കമ്മീഷണറായിട്ട് ഇരിക്കുക. ഇത് നീ ഹണിയുടെ അളിയനാണെന്ന് നന്നായിട്ട് തെളിയിച്ചിരിക്കുകയാണ് ബണ്ണി. എടാ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? വ്യത്യാസമുണ്ട്. അവൻ അവന്റെ വല്യച്ഛന്റെ അനുഗ്രഹം മേടിക്കാനാ നാട്ടിലേക്ക് വന്നേ. എന്നിട്ട് വല്യച്ഛൻ എവിടെ? എനിക്ക് മനസ്സിലായി. വല്യച്ഛൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുണ്ട്. ലൗലി ചിലപ്പോ ഒറ്റയ്ക്കായിരിക്കും അനുഗ്രഹം വാങ്ങിക്കുന്നത്. എടാ, ഇത് അനുഗ്രഹമാടാ, അല്ലാതെ ഡിഗ്രി ഒന്നുമല്ല 4 വർഷം കാത്തിരിക്കാൻ. സംശയമുണ്ടോ? അപ്പൊ പിന്നെ വല്യച്ഛൻ എവിടെയാ? അങ്ങനെ ഒരു വല്യച്ഛൻ ഇല്ല. ഇവൻ അനുഗ്രഹം വാങ്ങിക്കാനല്ല വന്നേ, വജ്രം എടുക്കാൻ വന്നതാ. ഓർമ്മയുണ്ടോ? ലൗലിയെ ഈ ഗ്രാമത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തെന്നാണ് ഇൻസ്പെക്ടർ പാണ്ഡ നമ്മളോട് പറഞ്ഞത്. പക്ഷെ അവൻ പിടിക്കപ്പെട്ട സമയത്ത് അവന്റെ കയ്യിൽ ആ വജ്രം ഇല്ലായിരുന്നു. ഈ ഹെഡ്ക്വാർട്ടേഴ്സിന് ആ വജ്രവുമായി എന്തോ ബന്ധമുണ്ട്. നമുക്ക് അകത്ത് കയറി അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. പക്ഷെ ആ ടീപ്പാണ്ട് നമ്മളെ അകത്ത് കയറാൻ സമ്മതിക്കില്ലല്ലോ. സംശയമുണ്ടോ? എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ 4 പേരും വീണ്ടും വന്നോ? ഇൻസ്പെക്ടർ സാറേ, ഈ ചായയിൽ വിഷം കലർത്തിയിട്ടുണ്ട്. എടോ കോൺസ്റ്റബിളെ, വേഗം ആംബുലൻസ് വിളിക്ക്. കണ്ടില്ലേ, നിങ്ങളെ പേടിച്ചില്ല ഇപ്പോ? എന്റെ ദൈവമേ, ഇൻസ്പെക്ടർ സാറേ, സാറിനെ പേടിത്തൊണ്ടാന്ന് വിളിച്ചു, അപമാനിച്ചു. പുറത്തു വെച്ച് ഇവൻ ഇങ്ങനെ തന്നെ പറഞ്ഞേ. അത് ശരി. ഓ, അത് ശരി. അപ്പൊ നീ എന്താ പുറത്ത് വെച്ച് പറഞ്ഞത്? ശരി, ഇവനെന്താ പുറത്ത് വെച്ച് പറഞ്ഞത്? സാർ, ഇവനെന്നോട് പറഞ്ഞത് സാറിനെ കണ്ട ഇൻസ്പെക്ടറായിട്ട് തോന്നില്ലെന്നാ. എന്താ പറഞ്ഞത്? മുഴുവൻ പറയടാ, മുഴുവൻ പറ. ഞാൻ പറഞ്ഞതേ സാറിനെ കണ്ട ഇൻസ്പെക്ടർ ആണെന്നല്ല, കമ്മീഷണർ ആണെന്നേ തോന്നോ. സാർ കമ്മീഷണറും അല്ല, അതിലുപരി DIG ആണ്, DIG. കൊള്ളാം. ഇങ്ങനെ പൊക്കി പറയല്ലേ. ഇനി നീ പറ, എന്താ പറഞ്ഞതെന്ന് പറ, പറ. ഞാൻ എന്താ പറഞ്ഞത്? നീ തന്നെ പറയുന്നേ. ഇവ പറഞ്ഞതേ സാറിന്റെ കഴുത്തിന്റെ മുകളിൽ തലയ്ക്ക് പകരം തണ്ണിമെത്തൻ വെച്ചേക്കുവാണെന്ന്. തണ്ണിമെത്തൻ. എടാ 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 എടാ. അല്ലല്ല, ഒരിക്കലും അല്ല. അതും ചീഞ്ഞ തണ്ണിമെത്തനാണെന്നാണ് പറഞ്ഞില്ലേ സാറേ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടി പറയുന്നേ. പോക്കറ്റ് അടിയുടെ കാര്യം. അയ്യോ ഇല്ലടാ, അതെന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. നീ തന്നെ അങ്ങ് പറ. അതായത് ഇവൻ കുറച്ചു മുമ്പ് പറഞ്ഞതേ സാറിന്റെ പോക്കറ്റ് ആരെങ്കിലും അടിച്ചാൽ പോലും സാറിന് അവരെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. എടാ, ഞാൻ 100 മീറ്ററും 400 മീറ്ററൊക്കെ ഓടി മെഡൽ വാങ്ങിയിട്ടുള്ളതാ. അത് കണ്ടാൽ തന്നെ തോന്നും. ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. സാറ് മാരത്തോണി പങ്കെടുത്താൽ പോലും ഫസ്റ്റ് കിട്ടുമെന്ന് ഈ ഹണിയുണ്ടല്ലോ, അത് സമ്മതിച്ചു തരുന്നില്ല. എനിക്ക് വിശ്വാസമാണ്. ഒന്ന് ഓടി നോക്ക്, നമ്മൾ 4 പേരെയും അദ്ദേഹം പിടിച്ചിരിക്കും. വേണ്ട സാറേ, പുറത്ത് ഭയങ്കര ചൂടാണ്. എന്നാ പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അകത്തോടിയാ പോരെ. ഇദ്ദേഹത്തിന്റെ ടീം നമ്മളെ പിടിക്കുമല്ലോ. ഓടിക്കോ, അകത്തേക്ക് ഓടിക്കോ. കുഴപ്പമില്ല കൊച്ചലിയ, ഇങ്ങനെ കൊണ്ട് അതൊന്നും നടക്കില്ല. ഓടിക്കോ, അല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. കോൺസ്റ്റബിൾ, വേഗം പിടിക്ക. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അയ്യോ. അയ്യോ, അങ്ങോട്ട് ഓടരുത്, കമ്മീഷണർ സാർ ബിസിയാണ്. ഞങ്ങള് കള്ളന്മാരാണ്, എങ്ങോട്ട് വേണമെങ്കിലും ഓടും. സാറ് പിടിക്കേ. അയ്യോ, ഞാനിപ്പോ ഔട്ടായില്ലേ, ഇനി അവരെ പിടിക്കേ. ശരി, ആയിക്കോട്ടെ.
ഉള്ളിവടയാണോ ഇത്? അതെ അതെ, എന്റെ ഭാര്യ ഉണ്ടാക്കിയതാ. കഴിച്ചു നോക്കുന്നോ? അയ്യോ, ഇവരെല്ലാം നശിപ്പിക്കുകയാണ്. വേഗം അറസ്റ്റ് ചെയ്യ. ഇവന്മാരെ വേഗം ഇവിടെ ഓടിക്ക്. കമ്മീഷണർ സാറിന്റെ റൂമിന്റെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. അടിപൊളി, ഇതാ കിട്ടിപ്പോയി. അയ്യോ, ഇവന്മാരെ വേഗം പിടിക്ക്, അല്ലെങ്കിൽ കമ്മീഷണർ സാർ നമ്മളെ സസ്പെൻഡ് ചെയ്യും. കൊച്ചലിയ വജ്രം. ഇവര് 4 പേരാണ് ഇത് മോഷ്ടിച്ചത്. ഞാനിത് കണ്ടുപിടിച്ചു. പിടിക്കവരെ. അയ്യോ, ഞങ്ങൾ പറയുന്നത് കേക്ക്. ഇവ കമ്മീഷണർ അല്ല, കള്ളരാ. അയ്യോ, അപ്പൊ ആരെയാണ് ഞങ്ങൾ പിടിക്കേണ്ടത്? ഇവരെ. ഞാനാണ് കമ്മീഷണർ. കണ്ടില്ലേ, യൂണിഫോം ഒക്കെ ഉണ്ട്. വേഗം വേഗം അവന്മാരെ പിടിക്ക. ആ വജ്രം സേഫ് ആവണമെന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ ദേഹത്ത് കൈവച്ചേ പറ്റൂ. സംശയമുണ്ടോ? പുലിയുടെ മീശയിലും പൂച്ചയുടെ വാലിലും ഒരിക്കലും പിടിക്കാൻ പാടില്ല. സോറി സോറി. അയ്യോ, എന്തുവാടാ, എന്താ താനീ കാണിക്കുന്നേ? അവന്റെ ഓർഡർ അല്ല, എന്റെ ഓർഡർ അനുസരിക്കട്ടെ. ഞാനേ കമ്മീഷണർ. യൂണിഫോം എന്റെ അടുത്താ ഉള്ളത്. പിടിക്കവനെ. സാർ, അയാളെ പിടിക്കേ. വലിയ ഗുണ്ടയാണ്. സാറിനെ ഒരു വലിയ വിഡ്ഢിയാക്കുവാണ്. അയാളെ പിടിക്കാൻ നോക്ക്. എന്റെ ദൈവമേ, സാറിനെ വിട്ടിയെന്നാ വിളിച്ചത്. വേഗം പിടിക്കേ. സാറിന് ഓർഡർ വന്ന കണ്ടില്ലേ? അവൻ അത്രക്ക് ധൈര്യം ഉണ്ടോ? അവനെ തന്നെ ശരിക്കും പിടിക്കേണ്ടത്. അയ്യോ അയ്യോ, ഒരു മിനിറ്റ്. ആരെയാ ശരിക്കും പിടിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ടോസ് ഇട്ട് തീരുമാനിക്കാം. എന്താ ഈ ചെയ്യുന്നത്? അവരെ വെറുതെ വിടൂ. അവർ നമ്മുടെ ആൾക്കാരാണ്. അപ്പൊ താൻ ആരുടെ കൂടെ ഉള്ളതാ? അയ്യോ, ഇൻസ്പെക്ടർ കൂടെ ഉണ്ടാവുള്ളൂ. എന്റെ പൊന്നെ ബ്രോ. പിന്നെ കമ്മീഷണർ എന്താ നമ്മുടെ കൂടെ ഇല്ലാത്തത്? കാരണം അയാൾ കമ്മീഷണർ അല്ല, കള്ളനാണ്. സംശയമുണ്ടോ? ഇൻസ്പെക്ടർ പാണ്ട, വജ്രം ലവ്ലിയുടെ കയ്യിലുണ്ട്. കോൺസ്റ്റബിൾ, എല്ലാത്തിനും എല്ലൊടിക്ക്. കമ്മീഷണർ ഞാനാണ്. യൂണിഫോം എന്റെ അടുത്താണ്. യെസ് സർ. എടോ കോൺസ്റ്റബിളെ, താൻ എന്താണ് കാണിക്കുന്നത്? ആ ലൗലിയാണ് കള്ളൻ. ഞാൻ തന്റെ സീനിയർ ആണ്, അത് മറക്കണ്ട. സർ. എടാ കോൺസ്റ്റബിളെ, ആ വജ്രയ്ക്ക് വാങ്ങിക്ക്. കമ്മീഷണർ ഞാനാണ്. യൂണിഫോം എന്റെ കയ്യിലാണ്. സോറി സർ. യെസ് സർ. ഹണി, അത് വേഗം ഇങ്ങോട്ടേക്ക് എറിയേ. ഉസ്താദേ, ഇനി ഉസ്താദിന്റെ വേലത്തരങ്ങളൊന്നും നടക്കില്ല. ഹേയ് കോൺസ്റ്റബിൾ. യെസ് സർ. എടാ വിട്ടികളുടെ രാജാവേ, വിവരം കേട്ട ഘോജാവേ, 1000 കോടിയുടെ വജ്രമായത്. 4 പേർക്ക് 100 കോടി വെച്ചാൽ തരാം. നിങ്ങൾ എന്റെ കൂടെ കൂടിക്കോ. എടാ കിണറ്റിങ്കരയിലെ തൊട്ടി,
തോട്ടുകരയിലെ ചട്ടി. ഞങ്ങൾ അങ്ങനെ കാശ് കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്നവരല്ലടാ. ഇവിടെ കുളത്തിലെ ചെറുപ്പാമ്പേ, വീട്ടുവളപ്പിലെ ചേമ്പേ, ഇന്ന് നിനക്ക് അഴിയുടെ പൂരമായിരിക്കും. എടാ കടൽക്കരയിൽ ഞണ്ട്, പൂവിലിരിക്കുന്ന കരിവണ്ട്. ബണ്ണി യു കണ്ടിന്യൂ. എടാ പൊട്ടിയെ കണ്ടാടി, നിനക്കിപ്പോ കിട്ടുകൂടാ അടി. ഇങ്ങോട്ട് വാടാ ലവ്ലി, ഞാൻ നിനക്ക് തരാം ഒന്നാമത് ഇടി. ഈ കള്ളന്മാരായിട്ട് പോലീസുകാരുടെ കൂടെ കൂടുന്നോ? ഞങ്ങൾ കള്ളന്മാരല്ല, വജ്രത്തിന്റെ രഹസ്യം അറിയാൻ വേണ്ടിട്ട് കള്ളന്മാരെ പോലെ നിന്റെ കൂടെ നിന്ന് ഞങ്ങൾ നാടകം കളിക്കുകയായിരുന്നു. നീ എന്തുവാ വിചാരിച്ചത്? വജ്രം കൊണ്ട് വിദേശത്തേക്ക് പോകാമെന്നോ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്താ നിന്നെ മാലയിട്ട് സ്വീകരിക്കണോ? നിന്റെ ഒരു പ്ലാനും ഇനി ഇവിടെ നടക്കില്ല. എടാ ചുമന്നിരിക്കുന്ന പല്ലി, നീയൊക്കെ കൂടെ എന്നെ തല്ലി പ്ലാൻ ചെയ്ത് എന്നെ കുടിക്കുന്നതാണല്ലേ? നീ അത്രയും വലിയൊരു കഴുതയതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ കുടുങ്ങിപ്പോയത്. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇനി കമ്മീഷണർ സാറിനെ കിഡ്നാപ്പ് ചെയ്തതിന്റെ പേരിൽ നീ ഇനി ജയിലിലേക്ക് പോകും. അവിടെ നിനക്ക് കഠിന ശിക്ഷ കാത്തിരിപ്പുണ്ട്. കൈ കൊണ്ട് കല്ല് പൊട്ടിക്കേണ്ടി വരും, രാത്രി മുഴുവനും അരിയാട്ടേണ്ടി വരും, ഇരുന്നു കൊണ്ട് എല്ലാ സെല്ലുകളിലെയും കമ്പികൾ ബ്രഷ് കൊണ്ട് വൃത്തിയാക്കേണ്ടി വരും. ഉസ്താദെ, ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഈ വേലത്തരങ്ങൾ ഒന്നും നടക്കില്ല. സംശയമുണ്ടോ? നിങ്ങളുടെ അവസാനത്തെ അൺസോൾഡ് കേസും തെളിച്ചു തന്നിരിക്കുന്നു. വജ്രം മ്യൂസിയത്തിലേക്ക് തിരിച്ചെത്തി. I love you. We love you too, Inspector Panda.